അപ്പം ഇന്നും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തണുപ്പൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വെറുതെ വീട്ടിലിരിക്കുകയാണ്. എക്സാമും കൂടി ആയതുകൊണ്ട് നമുക്ക് കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റിയ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസാണ് നമ്മളെ ചാനലിൽ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്, അതുകൊണ്ട് ഫുള്ളായിട്ട് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ടിപ്പും ട്രിക്സും കാര്യങ്ങളും ഒക്കെ വിട്ടുപോകും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് കൂടിയിട്ട് തയ്യാറാക്കി വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ്, ഡെസേർട്ട് റെസിപ്പിയാണ്. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. വെറും 10 മിനിറ്റ് മാത്രം മതി. ഒന്ന് ഫ്രീസറിൽ വെക്കുക, ഷടേന്ന് പറഞ്ഞിട്ട് എടുക്കുക, നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ റിച്ച് ലുക്കോട് കൂടിയിട്ടാണെങ്കിലും കൂടിയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും 10 മണിക്ക് വീഡിയോ പോസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഞാൻ ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പാലാണ് കേട്ടോ, നമ്മുടെ പാക്കറ്റ് പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പൊടിക്കാതെ ചെറിയ പഞ്ചസാര എന്തായാലും കുഴപ്പമില്ല, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം കോൺഫ്ലവർ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കോൺഫ്ലവർ അലിഞ്ഞെന്ന് കാണുന്ന ശേഷമാണ് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി. ഒരു കാരണവശാലും സ്പാച്ചിലയുടെ അങ്ങനെ ഇളക്കുന്നത് നിർത്താൻ പാടില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി തന്നെ ഇരിക്കുക. കണ്ടിന്യൂസ് ഇളക്കിയിട്ടില്ലെങ്കിൽ അത് അടുക്കി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറയില്ല, കുപ്പയിലേക്ക് വലിച്ചെറിയാനേ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്ന് ആ കുറുകി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷമാണ് ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടോ. കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. കാരണം നമ്മൾ പായസത്തിനൊക്കെ കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ രുചി വേറെ തന്നെ ലെവലാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തു നന്നായിട്ട് കുറുകി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കണ്ടില്ല, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സെക്കൻഡ് സ്റ്റേജാണ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വലിയ പാക്കറ്റാണ്. ഇതിൽ ഏകദേശം 13 ഓറിയോസാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഈ ഓറിയോസിൻ്റെ ക്രീമും അതേപോലെ ബിസ്ക്കറ്റും രണ്ടും 2 സെക്ഷനാക്കിയിട്ട് മാറ്റുക. അപ്പോൾ ഇത് നിങ്ങളേക്കും വൈറ്റ് യൂസ് ചെയ്യുന്നില്ലേ, ക്രീമും യൂസ് ചെയ്യണം, അതേപോലെ ബിസ്ക്കറ്റും യൂസ് ചെയ്യണം. രണ്ടും നമുക്ക് വേണ്ട ആവശ്യം ഉണ്ട്. കാരണം നമുക്ക് ഒരു വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 2ഉം 2 ആക്കിയിട്ട് മാറ്റി എടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ചെറുതായിട്ട് പൊടിക്കുക മീൻസ് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്യുക. ഒരു കാരണവശാലും മിക്സിയിലെ ജാറിലോ കാര്യത്തിലോ ഒന്നും ഇടായത്. അങ്ങനെ ചെറിയ പീസ് പോലെ ഉണ്ടാവണം. കാരണം നമ്മളത് കടിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് അങ്ങനെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ കൈ കൊണ്ട് ഞശുക്കി വിടണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഞാനിതൊന്ന് പൊടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെ ഇത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഈ ഒരു സ്റ്റേജിൽ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ ഭാഗത്തേക്ക് ഒരു 1/4 ഭാഗം കേട്ടോ, വെറും 1/4 ഭാഗമാണ് അടിയിലുള്ള ഒരു ലെയറാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും സ്പ്രെഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിയിൽ ഒരിക്കലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അടിയിൽ ബിസ്ക്കറ്റ് ഇട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്യരുത്, ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഓറിയോ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. ഈക്വലായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പൊടിക്കാതെ നിന്നത്. പൊടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അടിയിലുള്ള ലെയർ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ
പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് തണുത്തു പോകുമ്പോൾ നമ്മൾ ആ പുഡിങ് എടുക്കുമ്പോൾ ഒരു കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് അടിയിൽ ഒരു ലെയർ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് പാൽ, ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട്, ഈ പാലിൽ ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം വെറും പാലാണ്. പഞ്ചസാര ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യുക, പക്ഷേ എന്താ പറയുക, ഓവർ സ്വീറ്റ് ആയിപ്പോവും. കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു മിക്സിൽ കൊടുത്തിട്ടുണ്ട് ഷുഗർ, അതേപോലെ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി അങ്ങനെ ലെയർ വരുമ്പോൾ ഓവർ മധുരമായിപ്പോവും. എന്നിട്ട് മൊത്തം ഒന്ന് ആ ഒരു സ്പൂൺ കൊണ്ട് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു മിക്സില്ലേ, നമ്മൾ കോൺഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സ്, അത് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തും ഈവൻ ആവുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ട്രേക്ക് കണക്കാക്കിയിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് എന്തായാലും ഒരു 10-15 ബിസ്ക്കറ്റ് എന്തായാലും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു കുറ്റി ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് 13 പീസസ് ആണ് അതിലുള്ളത്. എന്നിട്ട് മൊത്തം ഞാൻ ആ ഒരു മിക്സ് എല്ലായിടത്തും ഈവൻ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്യുക, ലെവലിലാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക, എല്ലായിടത്തും ആയി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബൂസ്റ്റാണ് ഡസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ബൂസ്റ്റ് ഫ്ലേവർ ഒരു ഹോസം ഫ്ലേവറാണ് ഈ ബൂസ്റ്റ് ഡസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നല്ല തിക്ക് ഫോമോട് കൂടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കണ്ടാൽ ഇത്രയും തിക്കായിട്ടാണ് ലെയർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ ഗ്രാനുവൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ചോക്കോ ചിപ്പ് യൂസ് ചെയ്യാം. വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഡാർക്ക് യൂസ് ചെയ്യേണ്ട. ഡാർക്ക് ആകുമ്പോൾ ഓവർ ഒരു കയ്പ്പ് വരും. അപ്പോൾ വൈറ്റ് ചോക്കോ ചിപ്പ് യൂസ് ചെയ്യാം. അതും ഒന്ന് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3rd ലെയറായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ് ചെയ്യുമ്പോൾ ഓവർ സ്റ്റിഫ് ആവണ്ട, നമുക്ക് ആ ഒരു പീക്ക് ഫോമില്ല, ആ പീക്ക് ഫോമിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചൊരു ലൂസി ടെക്സ്ചറിലാണ് വേണ്ടത്, കാരണം നമ്മൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈവൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയത്. നമ്മളല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് കൂടുതൽ ഒരു ഭാഗത്ത് കുറവ് അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ആ ഒരു ട്രേ ലെവലിലായിട്ടുണ്ട്, വേസ്റ്റ് ഒന്നും ആയിട്ടില്ല. എന്നിട്ട് ഈവൻ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം, കാരണം നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാനും ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതാക്കുന്നുണ്ട്. എന്നിട്ട് സൈഡ് ഭാഗത്തുള്ളതൊക്കെ ഒന്ന് എക്സസൈസ് പോയതൊക്കെ ഒന്ന് ട്രെയിൻഡ് ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കണം. ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഓറിയോൻ്റെ ആ ഒരു ക്രീം നമ്മൾ മാറ്റില്ലേ, ആ ക്രീം നമ്മൾ അതിൻ്റെ മുകളിൽ ലെയറായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലായിടത്തും ഈവൻ ആവുന്ന പോലെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കറക്റ്റായിട്ട് എല്ലാവർക്കും പീസിൽ ഒതുങ്ങുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതും ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ കൊക്കോ പൗഡറാണ് ഡസ്റ്റ് ചെയ്യുന്നത്. ആ ഡസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ചെറിയൊരു ഷോർട്ട് റെക്കോർഡായിട്ടില്ല. അപ്പോൾ കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ഇതാക്കിയത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് നമ്മൾ ഗനാഷ് ആക്കിയ ശേഷം, ചോക്ലേറ്റ് മാത്രമല്ല അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഗനാഷ് ആക്കിയിട്ട് ഒന്ന് ഈവനായിട്ട് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ കറക്റ്റ് ഒരു അരമണിക്കൂർ, ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ അരമണിക്കൂറോളം സെറ്റ് ചെയ്ത ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഏതൊരു കൊച്ചു കുട്ടികൾക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സ്മൂത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നെങ്കിലും പുതിയ ഫാമിലിയിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കുഞ്ഞു ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണുക. ഒന്നും പറയാനില്ല, ഒരു 1.5 പൊളി സാധനം. അപ്പോൾ നിങ്ങൾ പറയാണ്, കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരുപാട് കമൻറ്റ്സ് വന്നു. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളില്ല, കുറേ ദിവസങ്ങളായി വന്നു. പലതും ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടിന്യൂസ് ആയ ശേഷമാണ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടത്. എൻ്റെ ജാതി, എൻ്റെ മതം, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ, ഞാൻ എന്തുകൊണ്ടാണ്, അങ്ങനെ പലതരത്തിലുള്ള കമൻസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത്? പക്ഷേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല.
നാളെ തന്നെ മിക്കവാറും ഞാൻ നമ്മുടെ സാനാസ് വൈബ്സിലൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും വന്നിട്ട് കാണാം. കണ്ടില്ല, നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് അരമണിക്കൂർ മാത്രം നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്താൽ മതി കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ടില്ലേ, ഞാൻ അടിയിൽ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങോട് കൂടി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് അടിയിൽ ഞാൻ നമ്മുടെ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ മേലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ബൈ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് അതാണ് എനിക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ റെസിപ്പീസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, താങ്ക് യു.